പാലക്കാട്ടെ പാതിരാ പരിശോധനയിൽ CPM നേതാക്കളും BJP നേതാക്കളും പങ്കുവെക്കുന്ന ആരോപണമല്ല ഡോക്ടർ പി സരിനുള്ളത്. ദീർഘകാലം കോൺഗ്രസിൽ അദ്ദേഹം ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല. ഈ പരിശോധനാ നാടകം ഷാഫി ആസൂത്രണം ചെയ്തതാണോ എന്ന് അന്വേഷിക്കണമെന്നാണ് സരിൻ ആവശ്യപ്പെടുന്നത്. CPM BJP ബന്ധമുണ്ടെന്ന് ആരോപിക്കാൻ ബോധപൂർവം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതാണോ കോൺഗ്രസുകാർ എന്ന് അന്വേഷിക്കണമെന്നും സരിൻ ആവശ്യപ്പെടുന്നുണ്ട്. സംഭവത്തിൽ ഇപ്പോഴും ഇരുട്ടത്തിൽ നിൽക്കുന്നവർ ആരെന്ന് കണ്ടുപിടിക്കണം. ഇവർ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്. പരസ്പര വിരുദ്ധമായ കാര്യമാണ് UDF സ്ഥാനാർത്ഥി പറയുന്നത്. കേസ് കേവലം ഒരു വ്യക്തിയിൽ ഒതുങ്ങരുത്. അടിക്കടി വേഷം മാറുന്നവരെ തിരിച്ചറിയാൻ പാലക്കാട്ടുകാർക്ക് കഴിയും. ഷാഫിയുടെ മാസ്റ്റർ പ്ലാനിൽ പെട്ടതാണോ ഇതെന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട പി സരിൻ ചാക്കും ട്രോളിയും പ്രധാന പ്രചരണ വിഷയമാക്കുമെന്നും കൂട്ടിച്ചേർത്തു. വീഡിയോ കാണാം. CPM BJP ബന്ധം ആരോപിക്കത്തക്ക വിധം പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കൂടി ശ്രമിച്ച ടിപ്പ് ഓഫ് ആണോ എന്ന് അന്വേഷിക്കണമെന്ന്. താൽക്കാലിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥിരം കുബുദ്ധികളുടെ, ഞാൻ പറഞ്ഞല്ലോ, മോഡസ് ഓപ്പറാൻഡി കഴിഞ്ഞ 3 തവണ ജയിച്ച MLAക്ക് വളരെ കൃത്യമായുണ്ട്. ആ മാസ്റ്റർ പ്ലാനുകളിൽ നിന്ന് വരുന്ന കാര്യങ്ങളിൽ പെട്ടതാണോ ഇത് എന്നുള്ളതും ഒരു വശത്ത് നിൽക്കുന്നൊരു വസ്തുത തന്നെയാണ്. അതേസമയം പാലക്കാട്ടെ പാതിരാ പരിശോധന കൊടകര കുഴൽപ്പണ കേസ് ബാലൻസ് ചെയ്യാൻ CPMഉം BJPയും ചേർന്ന് നടത്തിയ നാടകമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ആരോപിക്കുന്നത്. എന്തായാലും സരിൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പുതിയ ആരോപണം CPMനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഷാഫിയുടെ മാസ്റ്റർ പ്ലാനിൽ മറ്റുള്ളവർ വീണുപോയെന്ന സരിന്റെ ആരോപണം CPMലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായമാണെന്നാണ് സൂചന. അതേസമയം മറ്റൊരു വിഭാഗം ഇതിനെ എതിർക്കുന്നുമുണ്ട്. പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ സരിന്റെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചെന്ന വിലയിരുത്തൽ ഉണ്ടെങ്കിലും തൽക്കാലം ഈ വിഷയത്തിൽ തന്നെ രാഷ്ട്രീയമായ ആക്രമണം തുടരാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. ഒരു രാത്രിയും പകലും നീണ്ടുനിന്ന പാതിരാ നാടകത്തിന്റെ ആരോപണ പ്രത്യാരോപണങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി അടക്കം പങ്കുചേർന്നിരുന്നു. പക്ഷേ പുകമറയ്ക്കപ്പുറം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ CPMന് കഴിഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് ഇന്ന് ഇടത് സ്ഥാനാർത്ഥി പി സരിന്റെ ഏറ്റുപറച്ചിലിൽ വ്യക്തമായത്. പ്രശ്നം കൈകാര്യം ചെയ്യുന്ന നേതാക്കൾക്ക് അത് തെളിയിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് AK ബാലനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ നിലപാട്. CPMനകത്ത് ഇങ്ങനെ അക്കിടി പറ്റിയെന്ന വിഭാഗക്കാരാണ് ഏറെയും. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിൽക്കുന്ന BJPക്ക് വിഷയമൊരുക്കി കൊടുത്തു, വോട്ട് നേടാൻ വഴിയൊരുക്കി കൊടുത്തു എന്ന വിലയിരുത്തലുമുണ്ട്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ വിഷയത്തിൽ നിന്നും പെട്ടെന്ന് പിന്മാറില്ല എന്ന തന്ത്രപരമായ നിലപാടിലാണ്. കൃത്യമായ അന്വേഷണം വേണം. അന്വേഷണം നടത്തി നിലപാട് സ്വീകരിക്കണം. കള്ളപ്പണം ഒഴുക്കിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് രാഹുൽ പറഞ്ഞതൊന്നും സത്യസന്ധമായിട്ടുള്ളതല്ല, കളവാണ് എന്നിപ്പം എല്ലാവർക്കും ബുദ്ധിയായിട്ടുണ്ട്. ഇവരെല്ലാം നുണ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തണം. അപ്പോഴാണ് കൃത്യമായി മനസ്സിലാക്കുക. കേസിലായെങ്കിലും വിഷയം സജീവമാക്കി നിർത്തി കോൺഗ്രസിനെ ഇതിൽ കുരുക്കിയിടാനാണ് CPMന്റെ ശ്രമം. എന്നാൽ അതേസമയം CPMന്റെ ഈ നീക്കം കോൺഗ്രസിനകത്ത് സംഘടനയിൽ കുറെ കൂടി ഐക്യമുണ്ടാക്കിയിട്ടുണ്ട്. ഇതും രാഷ്ട്രീയമായി ദോഷം ചെയ്യുമെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ.